യൂറോപ്പിൽ ക്രൈസ്തവ വിശ്വാസികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ ഭയപ്പെടുത്തുന്ന രീതിയിൽ വർദ്ധിച്ചു വരുന്നതായി പുതിയ റിപ്പോർട്ടുകൾ. ശാരീരികമായ ആക്രമണങ്ങൾക്കും പള്ളികൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾക്കും പുറമെ ക്രൈസ്തവ മൂല്യങ്ങൾ മുറുകെ പിടിക്കുന്നവരെ നിയമപരമായി വേട്ടയാടുന്ന പരിഷ്കൃത പീഡനമുറകളും യൂറോപ്യൻ രാജ്യങ്ങളിൽ വ്യാപകമായിരിക്കുകയാണ്. വിയന്ന ആസ്ഥാനമായുള്ള ഒബ്സർവേറ്ററി ഓൺ ഇൻടോളറൻസ് ആൻഡ് ഡിസ്ക്രിമിനേഷൻ എഗെയിൻസ്റ്റ് ക്രിസ്ത്യൻസ് പുറത്തുവിട്ട ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം കഴിഞ്ഞ ഒരു വർഷത്തിനിടെ മാത്രം 2000-ലധികം വിദ്വേഷ കുറ്റകൃത്യങ്ങളാണ് ക്രൈസ്തവർക്കെതിരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇതിൽ പള്ളികൾക്ക് തീയിടുക, സെമിത്തേരികൾ നശിപ്പിക്കുക, വൈദികരെയും വിശ്വാസികളെയും ശാരീരികമായി ഉപദ്രവിക്കുക തുടങ്ങിയവ ഉൾപ്പെടുന്നു. ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങളിലാണ് ഇത്തരം സംഭവങ്ങൾ ഏറ്റവും കൂടുതൽ നടക്കുന്നത്. ആക്രമണങ്ങളെക്കാൾ ഉപരിയായി ക്രൈസ്തവരുടെ ആത്മീയവും മൗലികവുമായ അവകാശങ്ങളെ ഹനിക്കുന്ന നിയമനിർമ്മാണങ്ങളാണ് ഇന്ന് വലിയ വെല്ലുവിളികളായിരിക്കുന്നത്. ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ അബോർഷൻ ക്ലിനിക്കുകൾക്ക് സമീപം നിശബ്ദമായി പ്രാർത്ഥിക്കുന്നത് പോലും ക്രിമിനൽ കുറ്റമായി കണക്കാക്കപ്പെടുന്നു. ബഫർ സോൺ നിയമങ്ങൾ വഴി പ്രാർത്ഥനാ സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തുന്നതും ബൈബിൾ വചനങ്ങൾ ഉദ്ധരിച്ച് സംസാരിക്കുന്നതിന് വിദ്വേഷ പ്രസംഗമായി മുദ്രകുത്തി രാഷ്ട്രീയ നേതാക്കളെയും അധ്യാപകരെയും വിചാരണ ചെയ്യുന്നതും യൂറോപ്പിൽ പതിവായി മാറിക്കഴിഞ്ഞു. ഫിൻലാൻഡിലെ മുൻ മന്ത്രി പൈവി റാസിനെ പോലെയുള്ളവർ തങ്ങളുടെ വിശ്വാസം പ്രഖ്യാപിച്ചതിന്റെ പേരിൽ വർഷങ്ങളോളം കോടതി കയറേണ്ടി വന്നത് ഇതിനുദാഹരണമാണ്. മാധ്യമങ്ങളും സാംസ്കാരിക സ്ഥാപനങ്ങളും ക്രൈസ്തവ വിശ്വാസത്തെ പരിഹസിക്കുന്ന പ്രവണതയും ഇതോടൊപ്പം വർദ്ധിച്ചു വരുന്നു. യൂറോപ്പിലെ ഈ വിവേചനപരമായ അന്തരീക്ഷം ക്രൈസ്തവ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളെയും ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. പലയിടങ്ങളിലും ക്രൈസ്തവ വിദ്യാലയങ്ങൾക്കും ചാരിറ്റബിൾ സ്ഥാപനങ്ങൾക്കും തങ്ങളുടെ മതപരമായ തനിമ നിലനിർത്തിക്കൊണ്ട് പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് നിയമനിർമ്മാണങ്ങളിലൂടെ സൃഷ്ടിക്കപ്പെടുന്നത്. ജോലികാര്യത്തിലും വിദ്യാഭ്യാസ രംഗത്തും ക്രൈസ്തവ ചിഹ്നങ്ങൾ ധരിക്കുന്നതിനും വിശ്വാസം പ്രകടിപ്പിക്കുന്നതിനും അദൃശ്യമായ വിലക്കുകൾ നിലനിൽക്കുന്നുണ്ടെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഈ സാഹചര്യത്തിൽ യൂറോപ്പിലെ ക്രൈസ്തവർ നേരിടുന്ന വിവേചനങ്ങൾ തടയാൻ യൂറോപ്യൻ യൂണിയൻ അടിയന്തരമായി ഇടപെടണമെന്നും മറ്റ് മതവിഭാഗങ്ങൾക്ക് നൽകുന്നതിന് തുല്യമായ സംരക്ഷണവും പരിഗണനയും ക്രൈസ്തവർക്കും ഉറപ്പാക്കണമെന്നുമാണ് അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകൾ ആവശ്യപ്പെടുന്നത്.